ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ നിങ്ങളുടെ നടുവിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചുള്ള പ്രത്യേക ചീഫ് അഡ്മിനായ റോസ്ലി ആൻറ്റി, ബാക്കി എല്ലാ അഡ്മിന്മാർക്കും, എന്നെ വാച്ച് ചെയ്യുന്ന, എന്നെ ഫോളോ ചെയ്ത എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിന്റെ നിസ്തുല നാമത്തിൽ എന്നെ സ്നേഹവന്തിരിച്ച് അറിയിക്കുന്നു. അല്പസമയം ദൈവത്തിന്റെ തിരുവചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹവും വലിയ ദൈവിക പ്രവൃത്തിയുമായി തീരട്ടെ. അതെ, ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് അവന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം അത് ഇടയാകട്ടെ. ഹല്ലേലൂയ. കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തരേ, കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തരേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ യേശുപരാ, ഞാനെന്തുള്ളൂ യേശുപരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ യേശുപരാ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടെടുക്കാം ആഗ്രഹിക്കുന്നത് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം, നാം ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുമെന്ന്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറഞ്ഞു ഇവിടെ 2 കാര്യം എടുത്തു നമ്മളോട് പറയുന്നു. ഒന്ന്, നാം ചോദിക്കുന്നതിലും നിരക്കുന്നതിലും. അതിനർത്ഥം ഒന്ന്, നമ്മൾ ചോദിക്കുക, അതെന്ത് ചെയ്യുക, നമ്മൾ ചിന്തിക്കുക. നിരക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അല്ലെങ്കിൽ ഗ്രഹിക്കുക. അപ്പൊ ഈ ചോദിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇമാജിൻ ചെയ്യാറുണ്ട്, ഇന്നത് അല്ലെ, അങ്ങനെയുള്ള ഒരവസ്ഥ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നാം ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. അപ്പൊ ഈ നമ്മൾ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്ക് നമ്മൾ ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ തിരുവചനത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിന്റെ ഡബിൾ പോർഷൻ നമ്മൾ ചോദിക്കുന്നതിലധികമായി, നമ്മൾ നിരക്കുന്നതിലധികമായി ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുവാൻ കഴിയുമെന്ന് നമ്മൾ ദൈവിക വാക്തത്വം നമുക്ക് തന്നിരിക്കുന്ന വിഷനുകൾ, നമുക്ക് തന്നിരിക്കുന്നതായ ആശയങ്ങൾ, നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാകാം. പക്ഷേ നമ്മൾ വ്യാപരിക്കുന്ന ഈ ശക്തിക്ക് ലിമിറ്റേഷൻ ഇല്ലാത്ത, അത് അളവില്ലാത്ത ഒരു ദൈവിക സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഉണ്ടെന്ന് പരിശുദ്ധാത്മ വ്യക്തമാക്കുന്നു. അത് ദൈവത്തിന്റെ ആത്മ പറയുന്നു. നമുക്കറിയാം, റോമാലേഖനത്തിലേക്ക് വരുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത്, റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോ നോക്കിക്കേ, ഇങ്ങനെയാ വായിക്കുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അടുത്ത വചനം പറയുന്നു, അവൻ വാഗ്ദത്തം ചെയ്തതു പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. പാതിയല്ല, അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. അപ്പോ ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മളോട് ഇങ്ങനെ പറയുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തത്തെ അതേ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. അത് വിശ്വസിക്കുമ്പോ അതിന്റെ പരിണിത ഫലം ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുമെന്ന്. അതുകൊണ്ട് ദൈവവചനം നമ്മളോട് ഇവിടെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു.
ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നമ്മൾ പൂർണ്ണമായി ഈ ശകലമെങ്കിലും അതിന് വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. പൂർണ്ണമായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. ഞാനിത് പറയുമ്പോ 2007 എന്റെ പ്രിയപ്പെട്ടവര് പെട്ടെന്ന് ആഹാരം കഴിക്കാൻ മേലാത്തൊരവസ്ഥയിൽ കൂടി കടന്നുപോയി. ആ സമയത്ത് എന്നോട് പറഞ്ഞു, പെട്ടെന്ന് വീട് സ്ഥലമൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് വീട് പരിസരമൊക്കെ റെഡിയാക്കിക്കേ, ഞാൻ എന്തായാലും മരിച്ചു പോകും, അതുകൊണ്ട് എന്റെ സഭയിൽ വിശ്വാസികൾ വരുമെന്ന് എന്നോട് പറഞ്ഞ്. പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത് വലിയൊരു ചിന്ത വന്നു. എന്നെ ഒറ്റയ്ക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടാതെ അവൻ ഞങ്ങളെ അനുഗ്രഹിക്കാമെന്ന്, കുടുംബമായി അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞതായ വാഗ്ദത്തത്തെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിനകത്ത് കാണുവാനിടയായി. ഇന്ന് പകൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ വിശ്വസിക്കണം. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അത് നിവർത്തിപ്പാൻ അവൻ ശക്തൻ. അത് നമ്മുടെ ചിന്തയിൽ എന്ത് ചെയ്യാം, അത് നമ്മൾ പൂർണ്ണമായി ഉറയ്ക്കണമെന്ന് നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അത് നമ്മളോട് ചൂണ്ടിക്കാണിക്കുക. ദൈവവചന പ്രകാരം നമ്മളെ ചൂണ്ടിലെന്തിയ കാണിക്കുക. അങ്ങനെ തന്നെ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ കാരണം ഒന്നാമതും വിശ്വസിച്ചു. ഞാൻ എടുത്ത വചനം ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി ഞാനതിന് എന്നോട് ദൈവാത്മ സംസാരിച്ചതാ. നമ്മൾ ചോദിക്കുന്ന 10,000 രൂപയായിരിക്കാം, പക്ഷെ എന്റെ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്ന അതല്ല. എന്റെ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്ന അതിലുപരിയാ. ഇത് പകൽ നമ്മൾ ചോദിക്കുന്നതല്ല നമുക്ക് വേണ്ടി കർത്താവിന്റെ പ്രവൃത്തി. അത് നമ്മളിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തി, അവന്റെ വലിപ്പം ചെറുതല്ലെന്ന് നമ്മൾ ആദ്യമേ വിശ്വസിക്കണം. ഇത് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, അവൻ വിശ്വാസത്താൽ ശക്തിപ്പെടുത്തുവാൻ, അത് വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളോട് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോ 20-ാം അധ്യായം, അതെ 18-ാം അധ്യായം 18 തൊട്ട് താഴോട്ട് വായിക്കുമ്പോ അവിടെ നമ്മൾ എടുത്തെടുത്ത് പറയുന്നു, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ അതാത് സമയങ്ങളിൽ എങ്ങനെയാ ശക്തിപ്പെടുത്തുന്നത്. അതാത് സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സംസാരിച്ചു കൊണ്ടിരിക്കും. ദൈവാത്മാവ് നമ്മളോട് എന്ത് ചെയ്യാ, ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതേ ദൈവം പറഞ്ഞതാണെങ്കിൽ, എന്റെ കർത്താവ് പറഞ്ഞതാണെങ്കിൽ, വാഗ്ദത്തം ചെയ്തതാണെങ്കിൽ അവരത് നിവർത്തിക്കും. അതെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഇച്ചിരി ഒന്ന് ഡൗൺ ആയാൽ തന്നെ ഡൗൺ ആക്കാതെ അതാത് സമയങ്ങളിൽ സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമാകുന്നു. നമുക്കിവിടെ കാണാൻ കഴിയും. നോക്കിക്കേ, 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഇങ്ങനെയാ പറയുന്നത്, ദർശനത്തിൽ യഹോവയായ ദൈവം ദർശനത്തിൽ എന്ത് ചെയ്യാ, ഇടപെടുകയാ. അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഇങ്ങനെ പറയുമ്പോ തന്നെ അടുത്ത വാക്ക് കേട്ടേ, അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഈ കൊച്ചുപിള്ളാരെ പോലെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി യഹോവയായ ദൈവത്തോട് അബ്രഹാം സംസാരിക്കുന്നു. ഇന്ന് പകൽ എത്ര പേർ ഈ ഒരു അഭേദ്യബന്ധം, ഞാൻ ഇന്ന് പകൽ ഈ ദിവസങ്ങളെല്ലാം ഫാസ്റ്റിങ്ങോടെ ആയിരിക്കുന്നു. ദൈവത്തോട് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയൊരു അഭേദ്യ ബന്ധം അവന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ. ദൈവത്തിന്റെ സാന്നിധ്യം എത്ര ഇരുന്നാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ആരാധിച്ചാലും, എത്ര ദൈവമായിട്ട് സംസാരിച്ചാലും തികയാതെ വരുന്നൊരവസ്ഥ പോരാ. തികയാതെ സമൃദ്ധി, അതൊരു സംതൃപ്തിയിലേക്ക് വരാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതല്ല. ഇതിലും വലുത് എന്തൊക്കെയോ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെയോ ദൈവത്തിന്റെ പദ്ധതിയിൽ എന്തെയോ ഉണ്ട്. അതിലേക്കൊന്ന് എത്തുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? ചോദിക്കുന്നതിലും നിരക്കുന്നതിലും കൃപയാണോ, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ഒരു അടുത്തൊരു ലെവലാണോ? നമ്മൾ ചോദിക്കുന്നതല്ല നമുക്ക് വേണ്ടി എന്തിയാ ദൈവം ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ഇവിടെ അബ്രാഹാമിന്റെ ജീവിതത്തിനകത്ത് അവൻ ചോദിക്കുന്നത് കേട്ടോ, അതിന് എന്നെ എന്തു തരും? ഞാൻ മക്കളില്ലാത്തവരായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശം നമസ്കാരനായി എലിയാസറത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. അത്രയ്ക്ക് പറയാൻ
അവനെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം. ഇത് പകൽ ദൈവാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ വാക്തത്വം നമ്മളിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്തത്വവുമായി ഒരു കണക്ഷൻ എന്ത് ചെയ്യാ നമ്മളും ദൈവവുമായിട്ടുണ്ടാകണം. എന്താ മാത്രം ചോദിക്കാൻ കഴിയൂ? ഈ അബ്രാമിന് ചോദിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? കാരണം താന് ദൈവവുമായിട്ട് അത്ര ബന്ധമുണ്ട്. ഇത് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവിക പദ്ധതിയുമായി നമ്മളൊരു ബന്ധമുണ്ടെങ്കിൽ അപ്പൊ നീ എന്നോട് നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാന്ന് നമുക്ക് ചോദിക്കാൻ കഴിയും. കർത്താവ് അത് ചെയ്യും. ഇത് പകൽ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കുന്ന മറുപടി, അതേ പ്രാർത്ഥനയ്ക്ക് മറുപടി കണ്ടിട്ട് എഴുതാക്കാണ് കേട്ടോ. ഇത് പകൽ കേൾക്കുന്നത് അതുപോലെ തന്നെ സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ ദൈവാത്മാവ് ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി നടത്താൻ കഴിവുള്ള, അത്യന്തപരമായി നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണെന്ന്. ദൈവാത്മാവ് അഭിഷേകത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ദൈവാത്മാവ് നടത്താൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മൾ ചോദിക്കുന്നതല്ല ലിമിറ്റാ കേട്ടോ, പക്ഷെ ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നോക്കിക്കേ, ഇവിടെ പറയുന്നൊരു കാര്യം അടുത്തത് കണ്ടോ. നീ എനിക്ക് സന്ധിതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ എനിക്ക് ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുമെന്ന് അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശി ആകത്തില്ല. ഓ, എത്ര ബന്ധം അല്ലേ! ഹല്ലേലൂയ! ഇങ്ങനൊരു ബന്ധം നമുക്ക് വേണ്ടേ? ഒരു കാര്യം ചോദിച്ചാൽ, ഞാനിപ്പോ റോസ്ലി ആന്റിയോട് ഒരു കാര്യം ചോദിച്ചാൽ ആന്റി എനിക്ക് എന്ത് ചെയ്യാ മറുപടി തരുന്നത് പോലെ അബ്രാം എന്ത് ചെയ്യാ ദൈവത്തോട് ചോദിച്ചപ്പോ അതേപോലെ തന്നെ പറയാ, ഇല്ല മോനെ അതല്ല, നിന്റെ അവകാശി അതല്ല എന്ന് പറയുന്നത് കണ്ടോ. ഇന്ന് പകൽക്കാലം എത്ര പേർ ഇങ്ങനൊന്ന് ഈ ഒരു ബന്ധത്തിലേക്ക് വരാൻ, ഇങ്ങനൊരു ആത്മസാന്നിധ്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവ് പറയുന്നു, അങ്ങനൊരു ബന്ധത്തിലേക്ക്, അങ്ങനൊരു ആത്മസാന്നിധ്യത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ അയക്കാൻ ആഗ്രഹിക്കുന്നു. ചിലരെ അങ്ങനൊരു ലെവലിലേക്ക് ദൈവാത്മാവ് പറയുന്നു, അങ്ങനൊരു കണക്ഷനിലേക്ക്. നോക്കിക്കേ, സംസാരിക്കുന്ന ഒരു അവസ്ഥ കണ്ടോ എന്ന് പറഞ്ഞാൽ ഇറങ്ങിച്ചെന്ന് സംസാരിക്കുവാൻ. അത്രയ്ക്കൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അത്രയ്ക്ക് ഇറങ്ങി സംസാരിക്കാൻ പറ്റൂ. ദൈവം അങ്ങനെ ഒരു ഇടപെടൽ. ഓ ഉടമ രകൽക്കടക സ്യാധുര അസംധുര രകൽക്കടക ശംധുര. ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോ, ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി ആന്റി പറഞ്ഞപ്പം തൊട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അപ്പൊ എന്താ ഇന്ന് പകൽ തന്റെ ജനത്തിന്റെ നടുവിൽ കൊടുക്കേണ്ടതായ ആത്മസാന്നിധ്യം അല്ലെ ആ ഒരു വചനം ദൈവാത്മാവ് നീ ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി നടത്താൻ കഴിവുള്ള അവന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഏത് വിഷയത്തിന്മേല നമ്മൾ ചോദിക്കുന്നതിൽ അധികമായി നടത്താൻ, അതെ നമുക്ക് നൽകുവാൻ. നമ്മൾ ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് നിരക്കും എന്ന് പറഞ്ഞാൽ ചിന്തിക്കും. പക്ഷെ അതല്ല, അതിലും അപ്പുറമായി ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ടെന്ന്. നോക്കിക്കേ, ഇവിടെ ഏലിയാസർ എന്ന് പറയുമ്പോ അതല്ല എന്ന് പറഞ്ഞിട്ട് പറയാ, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രം, അവൻ നിന്റെ അവകാശിയാകത്തില്ല എന്ന് അവൻ യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ വീട്ടിൽ ജനിച്ച ദാസന്റെ അവകാശിയാകില്ല. അബ്രഹാം അവന്റെ അവകാശിയാകില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. കണ്ടോ, എത്ര ദൃഢതയോടെയാ, എത്ര ആത്മസാന്നിധ്യമാ എന്ന് പറഞ്ഞതിന് സാരോ അതാ സമയങ്ങളിൽ അല്പം നമ്മളൊരു ഡൗൺ ആയാൽ ദൈവ സാന്നിധ്യമായി നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ അതൽക്കമന വൈഡമനാസി പരിശുദ്ധാത്മ പറയുന്നു, ഈ ദൈവമായിട്ടുള്ള കണക്ഷൻ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായി പ്രഖ്യാപിക്കാൻ കാരണം. ഹല്ലേലൂയ! എത്ര പേർ ഇത് മനസ്സിലാക്കുന്നു? ഈ ഒരു ബന്ധമാ തന്റെ ജീവിതത്തിൽ താൻ കയറി ഇറങ്ങിപ്പോയ മേഖലയിൽ താൻ അല്പമൊന്ന് ക്ഷീണിച്ചാൽ, അല്പമൊന്ന് തളർന്നാൽ അവിടെ ബലപ്പെടുത്തുന്ന ഈ ദൈവ സാന്നിധ്യമുണ്ടല്ലോ, ഈ ദൈവ സാന്നിധ്യം തന്റെ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടെത്തിച്ചത്, ആ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ദൈവത്തിന്റെ ഇടപെടലാണ്.
ദൈവത്തിന്റെ അഭിഷക്തമാരെ, ദൈവത്തിന്റെ ദാസന്മാരെ, പരിശുദ്ധൻ പറഞ്ഞു നമ്മളോട് ഇങ്ങനൊരു ഇടപെടല് കർത്താവിന്റെ നമ്മൾ പേഴ്സണലായി കേട്ടോ, മറ്റാരും പറയുന്നതല്ല. ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. നോക്കിക്കേ, ഇന്നു പകൽ ദൈവ ശബ്ദം നമ്മളെ തിരിച്ചുവിടും. ദൈവ ശബ്ദം നമ്മളെ ചിലത് കാണിച്ചു തരും. ദൈവത്തിന്റെ ശബ്ദം നമ്മളെ ചിലത് കാണിച്ചു തരും. നോക്കിക്കേ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ യോഹന്നാൻ ഭസ്മോസിൽ കിടക്കുമ്പോ, ഭസ്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി തന്നോട് സംസാരിക്കുന്ന നാഥം എന്തെന്ന് കേൾക്കാൻ പേടിക്കുന്ന നാഥമല്ല, ആ നാഥം എന്ത് ചെയ്യാ? ഓ യേശുവിനെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണം. ആ നാഥൻ കേൾക്കാൻ തിരിഞ്ഞപ്പോ നാഥൻ കേട്ടതിന്റെ പൂർണ്ണത യോഹന്നാൻ അവിടെ കണ്ടു. ഇന്ന് പകൽ പരിശുദ്ധാത്മാർ ദൈവ ശബ്ദം കേൾക്കുന്നത് പോലെ അത് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമെന്ന്. ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിനകത്ത് മുഴങ്ങുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുമെന്ന്. ദൈവസാന്നിധ്യം അവൻ സംസാരിക്കുന്ന എന്റെ യേശു ആരാണെന്ന് യോഹന്നാനെ വെളിപ്പെടുത്തുകയാ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അഭിഷക്തമാരെ പരിശുദ്ധാത്മാവുന്നു നമ്മളോട് സംസാരിക്കുന്ന, നമ്മളോട് ഇടപെടുന്ന, നമ്മളോട് സംസാരിക്കുന്ന ആ ശബ്ദമുണ്ടല്ലോ, അത് ദിവസങ്ങളിൽ പൂർണ്ണതയിലേക്ക് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. പ്രത്യക്ഷപ്പെട്ട അടയാളത്തോടുകൂടി ദൈവാത്മാവ് നമ്മളെ മുൻപോട്ട് നടത്താൻ പോകുകയാണ്. ഏഴു നിലവിളക്കുന്ന നടുവിൽ നിലയങ്കി ധരിച്ചവൻ ആ ശബ്ദത്തിന്റെ പിന്നിൽ അവൻ തിരിയുമ്പോൾ അത് കാണുന്നേ. അപ്പൊ ദൈവാത്മാവ് ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ, ആ ശബ്ദത്തിന്റെ പിൻപിലേക്ക് എന്ത് ചെയ്യാ? നമ്മളൊന്ന് റിട്ടേൺ തിരിയണോ? ആ ശബ്ദത്തിന്റെ മുമ്പിൽ ഒന്ന് തിരിയാൻ തയ്യാറാകുമ്പോൾ പിന്നത്തതിൽ ചില മഹത്വം കാണാൻ കഴിയുന്നത്. ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ദൈവവചനം ഇന്ന് പകൽക്കാലം നമ്മളോട് വ്യക്തമാക്കുന്നു. ദൈവശബ്ദത്തിന്റെ മുൻപിൽ ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് തിരിഞ്ഞാട്ടെ. ആ ശബ്ദം എന്താണെന്ന് തിരിച്ചറിയാൻ പോകുകയാണ്. ദൈവാത്മാവ് ഇന്ന് പകൽ ചിലരോട് ദൈവാത്മാവ് ശുശ്രൂഷയുടെ തലം മാറാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവ ശബ്ദം കേൾക്കുമ്പോ അത് കണ്ടോണ്ട് ശുശ്രൂഷിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കണ്ടോണ്ട് 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 പറയുക, കണ്ടോണ്ട് പറയുക. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു അനോയിന്റിംഗ്, അങ്ങനെ ഒരു ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. ഞാനിന്ന് 19ാമത്തെ ദിവസമായി ഉപവാസത്തിന്റെ. ആ സമയം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയും, ഞാൻ 21 ദിവസം ഫാസ്റ്റിംഗ്. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവാത്മാവ് ശബ്ദം വിളിച്ചു പറയുന്നു. അത് ദൈവ ശബ്ദം നമ്മുടെ മുൻപിൽ വെളിപ്പെടാൻ പോകുക. യോഹന്നാൻ കേട്ട ശബ്ദം അവനെ കണ്ടാൽ കാണുകയാ. ഹല്ലേലൂയ. ഇത് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അങ്ങനെ ഒരു ശുശ്രൂഷയുടെ തലം എന്റെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. ലിരുശുശ്രൂഷ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. ഇതുവരെ ചെയ്തൊരു ശുശ്രൂഷയല്ല കേട്ടോ, വേറൊരു ലെവലിലേക്ക് സ്വർഗം നമ്മളെ അയക്കാൻ പോകുകയാണ്. ആഗ്രഹിക്കുന്നതിലുപരിയായി, ചോദിക്കുന്നതിലും നിരക്കുന്നതിലും പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ ഇറക്കി നിർത്താൻ പോകുകയാണ്. ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഇന്ന് പകൽക്കാലം ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി ചിലതിനെ സെലക്ട് ചെയ്യുകയാണെന്ന്. ഹല്ലേലൂയ. ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ആഗ്രഹമുള്ള എന്ന് പറഞ്ഞ കൊതിയുള്ള, ഇത് പോരെ, ഇത് പോരെ, നമ്മൾ പാടുന്ന പോലെ, ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, മതിയാകുന്നില്ലേ ഈ സ്നേഹം, ഓ കൊതി തീരുന്നില്ലേ നീ സാന്നിധ്യം, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നീ ഈ സാന്നിധ്യത്തിലകട്ടത്. ഹല്ലേലൂയ. എനിക്കങ്ങ് കൊതിയ യേശുവിന്റെ നാമത്തിൽ. അതിന്റെ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ വിട്ടു പിരിയാൻ കഴിയാത്തൊരു ബന്ധം,
അവന്റെ സാന്നിധ്യം. ഈ ഒരു കാര്യം ഞാൻ പറയാമേ, അവന്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭയങ്കര ഒരു ബലം, ധൈര്യം, എന്തിനും എന്ത് ചെയ്യാ ഇറങ്ങി നിൽക്കാൻ ഒരു ധൈര്യം നമുക്ക് നൽകുക. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസൊക്കെ ആ ഒരു സാന്നിധ്യം അറിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യാ, പിന്നെ ഒന്നും മടിയില്ല, ഒരു മടിയില്ല. താൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ. അത് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പറഞ്ഞ്, ഞാൻ എന്ത് ചെയ്യാ, സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല. ആരൊക്കെ കാണിച്ചാലും, ആരൊക്കെ അനുസരണക്കേട് കാണിച്ചാലും ഞാൻ കാണിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു അഭിഷേകം, ആ ഒരു ദൈവ സാന്നിധ്യം തന്നിലേക്ക് വന്നപ്പോ എന്റെ സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ലെന്ന് പറയാൻ ഒരു ധൈര്യം ഉള്ളിൽ കൊടുത്തു. ഇത് മകൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യാ, അത് ഉള്ളിൽ തരുന്ന ഒരു അഭിഷേകം, ഒരു ബലപ്പെടുത്തൽ എന്ത് ചെയ്യാ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇത് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു, ഒരു വലിയ ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് പകരാൻ പോകുക. ഞാൻ പ്രതീക്ഷിക്കുന്ന വചനങ്ങളല്ല ഇത് പകൽ ദൈവാത്മാവ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരതിശയം നടക്കാൻ പോകുക. മക്കളെ, നമ്മൾ ചിന്തിക്കും, ആന്റിമാരെ നമ്മൾ ചിന്തിക്കും, നമ്മളെ കൊണ്ട് എല്ലാം ലിമിറ്റായിരുന്നു. ഇല്ലെന്നോ, ലിമിറ്റുകളില്ലാത്ത ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഒരുക്കത്തോടെ നമ്മൾ ഇറങ്ങി നിന്ന അവന്റെ പ്രവൃത്തി നമ്മളിലൂടെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരുക്കത്തോടുകൂടി ഇറങ്ങി നിൽക്കുക. ഇത് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യുക, നിറവേറ്റാൻ അവൻ ശക്തൻ. യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, വീഴാതെ വണ്ണം നമ്മൾ സൂക്ഷിക്കുന്ന ദൈവം. അവൻ ശക്തിയിൽ നമ്മളെ വീഴാതെ നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദിവസങ്ങളെ അഭിഷക്തമാരെ ശക്തമായി പ്രാർത്ഥനയോടെ ആയിരിക്കണം. ദൈവിക നിയോഗത്തിലിറങ്ങിയ തന്റെ ജനത്തെ തകർക്കുന്ന പിശാചിന്റെ പദ്ധതികളെ അഴിപ്പാൻ, അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുവാൻ, അതിൽ നിന്ന് നമ്മളെ പരിപാലിക്കുവാൻ, അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ അവൻ ശക്തനായ ഒരു ദൈവമാണ്. ശരിക്കു പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ വരുന്ന തന്റെ ജനത്തെ തകർക്കുന്ന പിശാചിന്റെ സകല പദ്ധതികളെയും അവന്റെ പ്ലാനുകളെ തകർക്കാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാ. അവരറിയാമധിയ അഭിഷേകത്തോടെ എഴുന്നേൽക്കുന്നവരെ തകർത്താ പിന്നെ ഉണ്ടാകത്തില്ലല്ലോ, അല്ലെ? യോഹന്നാൻ മറകൂടാതെ യോഹന്നാൻ കാര്യം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഡൊമിഷ്യനോട് പറയാനിടയായി, ഇന്ന കാര്യം എന്തിയാ ചെയ്യുന്നത് വിഹിതമല്ല. അയ്യോ, ചെയ്യുന്നത് വിഹിതമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിയാ, പിന്നെ തലവെട്ടുക പരിപാടി. തെറ്റാണെന്ന് പറഞ്ഞാൽ മാത്രമേ അതിനകത്തുനിന്ന് തിരുത്തൽ ആവശ്യൂ. ഇത് പകൽക്കാലം എത്ര പേർ ഉപദേശം എന്തിയെ കൈക്കൊള്ളുവാൻ, ഈ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ. ദൈവവചന ന്യായപ്രമാണം നമ്മുടെ ഉപദേശമാ. ഉപദേശത്തിൽ നിലനിൽക്കുന്നതാ ഏറ്റവും ബെറ്റർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉപദേശമാ. കാരണം നമ്മുടെ ജീവിതത്തിനകത്ത് ഉപദേശം തരുന്ന നമ്മളെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നിത്യത വരെ എത്തുവാൻ ഒരു പോറലും കൂടാതെ, ഒരു കുറവും കൂടാതെ അതാത് സമയങ്ങളിൽ നമ്മളെ സംരക്ഷിച്ച് നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവിക വാഗ്ദത്തം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വാഗ്ദത്തം കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ കാണപ്പെടുക. ഇത് പകൽ അതുവരെ നമ്മളെ നിർത്തണമെങ്കിൽ ഉപദേശം നമുക്ക് ആവശ്യമാ. ദൈവത്തിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ അവന്റെ ഇടപെടൽ ആവശ്യമാ. ഉപദേശം എന്ന് പറഞ്ഞാൽ ഇടപെടൽ. അതാത് സമയങ്ങളിൽ നമ്മളെ സംസാരിച്ചു കൊണ്ടിരിക്കും, ഒരേ ആ വഴിയിലേക്ക് പോകല്, ഇങ്ങോട്ട് വാ. അല്ല, ഇന്ന് പകൽക്കാലം ഒരു സ്തോത്രം, ഒരു ഇടയനെ പോലെ നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ മേലുണ്ടെന്ന് ചോദിക്കുന്നതിനും അങ്ങനെ പോകുമ്പോഴാ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. അങ്ങനെ പോകുമ്പോഴാ ദൈവിക മഹത്വം വെളിപ്പെടുന്ന ഒരു കാര്യമാ. ദൈവത്തിന്റെ കരങ്ങളിൽ അവൻ ഇഷ്ടത്തിന്, അവന്റെ പദ്ധതിക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, അവന്റെ കരങ്ങളിലൊന്ന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ പ്രവൃത്തി അതിശയമായി, അത്ഭുതമായി ദൈവം ചെയ്യുവാൻ ശക്തൻ. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന വാക്ക് അന്തരോധരം നമ്മൾ കേട്ടാൽ അതുപോലെ നടത്താൻ അവൻ ശക്തൻ. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നത്, വീഴാതെ കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവരെ. കണ്ടോ, ആനന്ദത്തോടെ. ഈ സാന്നിധ്യം ആനന്ദം തന്നെയാ.
ഈ സാന്നിധ്യം നമുക്ക് ആനന്ദം നൽകുന്നതാ. അപ്പൊ വീഴാതെ ആ സന്തോഷത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മളെ നടത്തുവാൻ അവൻ ശക്തനാണെന്ന്. അപ്പൊ നമ്മൾ ചോദിക്കുന്നതിന് നിനക്ക് ഏത് വിഷയത്തിലാ ഇന്ന് പകൽക്കാലം ആനന്ദത്തോടെ, ഈ ആനന്ദത്തോടെ നിർത്തണമെങ്കിൽ അതിനർത്ഥം നീ ആനന്ദമില്ലാത്തവർ എന്റെ പകൽക്കാലം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിന്റെ ജീവിതത്തിനകത്ത് വീഴാതെ സൂക്ഷിക്കുന്ന, വീഴാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണെന്ന്. അവന്റെ സാന്നിധ്യത്തിൽ നമ്മളെ സന്തോഷത്തോടെ നിലനിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഉണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവം തന്നെ സർവകാലത്തിനു മുൻപ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമ ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ ഈ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരുന്നാൽ, ഈ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരുന്നാൽ നമ്മളെ നിലനിർത്തുവാൻ അവൻ ശക്തൻ. അതുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ശക്തിപ്പെടുവാൻ തക്കവണ്ണോ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ എടുത്ത വചനം ചോദിക്കുന്നതിലും ഹല്ലേലൂയ നിരക്കുന്നതിലും അത്യന്തപരമായി. അതുകൊണ്ട് കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ചോദിക്കുന്നത് എന്താണോ അതിലും അധികമായി ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് ഇമാജിൻ ചെയ്യും. പക്ഷെ അതിലും അപ്പുറമായി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഉണ്ടെന്ന് പരിശുദ്ധാത്മ വ്യക്തമാക്കുന്നത്. പ്രാർത്ഥിച്ചു നിർത്താൻ പോകുക. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു, ഇന്ന് പകൽ ഒന്ന് വിശ്വസിക്കാമോ? ചോദിക്കുന്നതിൽ നിരക്കുന്ന ഈ ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന് ശക്തിയുണ്ട് കേട്ടോ. ശക്തിയോടെ ഈ വചനബന്ധി ആഴത്തിലേക്ക് ഇറങ്ങും. യേശുവിന്റെ നാമത്തിൽ ഏതൊക്കെ വിഷയങ്ങളാണോ ദിവസങ്ങളിൽ ചോദിക്കുന്നത്, ഏതൊക്കെ വിഷയങ്ങളാണോ ചിന്തിക്കുന്നത്, അതിനപ്പുറമായ ഒരു ദൈവിക പ്രവൃത്തി ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് സ്വർഗപിതാവേ നല്ല സമയത്ത് ഓർത്ത് സ്തോത്രം ചെയ്തപ്പോ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വലിയ ദൈവ സാന്നിധ്യം ഈ സമയം കർത്താവ് ജനത്തിന് മേൽ കൈമാറണം. ഒരു വലിയ ദൈവ മഹത്വം വെളിപ്പെടുത്തണം. ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി നടത്താൻ കഴിവുള്ള അവന്റെ ശ്രേഷ്ഠമേറിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ കർത്താവെ. ഓരോ കുടുംബത്തിന്മേലും ഇനി കാണാൻ പോകുന്ന കർത്താവെ, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനത്തിന്മേലും കർത്താവെ ഒരു പുതിയ തലത്തിലേക്ക് ശുശ്രൂഷയുടെ പുതിയൊരു ലെവലിലേക്ക് യേശുവിന്റെ നാമത്തിൽ കാൽച്ചുവട് വെക്കട്ടെ. അതൽക്കമന വൈഡമനാസി അസാധുര ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം അപ്പൊ ആ ദിവസങ്ങളിൽ ഞങ്ങൾ ചോദിക്കുന്നതിലപ്പുറമായി ഒരു ദൈവിക പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നൽകട്ടെ. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല. എന്റെ അങ്ങയുടെ നാമമഹത്വം വെളിപ്പെടുക, അങ്ങയുടെ മഹത്വത്തെ വെളിപ്പെടുത്തുക. ഞങ്ങളിലേക്ക് അതേ ദൈവ സാന്നിധ്യം പകരപ്പെടുമാറാകണമേ. ഒരു വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നപ്പ ഒരനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടിക്കാൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ ക്ഷണിച്ചതായ പ്രിയ റോസ്ലിയാനി എല്ലാവർക്കും നന്ദിയെ പറഞ്ഞുകൊണ്ട് താതിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.